മാം കുട്ടികളാണല്ലോ, അപ്പോൾ ഒരുപാട് കുസൃതിയുള്ളൊരു പ്രായമാണ്. അവർ ഓരോരുത്തർ ഇങ്ങനെ കയറും, വീഴും. വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തലയൊക്കെ ഇടിച്ചിട്ടായിരിക്കും വീഴുന്നത്. ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഓക്കെ. അപ്പോൾ കുട്ടികൾ ഭയങ്കര കോമൺ ആണ് ഇതുപോലത്തെ ഹെഡ് ഇഞ്ചുറീസ്. അത് ഇതുപോലെ ആക്സിഡൻ്റൽ ഫോൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുഞ്ഞിന് ഒരു ഹെഡ് ഹിറ്റാണ് ഉണ്ടാവുന്നത്. അതായത് ബ്രെയിനിൻ്റെ ഉള്ളിലും ഇഞ്ചുറീസ് വരാം. അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലുണ്ടാവുന്ന നാഡീവ്യൂഹത്തിന് അല്ലെങ്കിൽ കോഡിന്, സെർവിക്കൽ കോഡിനുള്ള ഇഞ്ചുറീസും ഉണ്ടാവാം. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ വൈറ്റൽ ഏരിയാസ് ഉള്ളത്, ഹാർട്ടിലേക്കുള്ള സിഗ്നൽസ് പോകുന്ന ഏരിയാസ് ഉള്ളത്. ഈ ഭാഗത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് എത്തിക്കേണ്ടത്. കഴുത്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കുഞ്ഞിൻ്റെ ഷോൾഡറിൽ പിടിച്ച് കഴുത്തും അതുപോലെ തന്നെ തലയും സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതാണ്. മാം ഈയിടെ ന്യൂസിൽ ഫുള്ളി കുട്ടികളിലെ പാമ്പ് കടിച്ചിട്ട് മരിക്കുന്ന ഭയങ്കര നമുക്ക് സങ്കടമാകുന്ന ന്യൂസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരായാലും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു മരണം ആണോ ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടീനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പാമ്പ് കടി ഒന്ന് ഈ നൊക്ടേണൽ സ്നേക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. ഒന്നല്ലെങ്കിൽ കുഞ്ഞ് പാമ്പിനെ കാണണം, അല്ലെങ്കിൽ കുഞ്ഞായിട്ട് പറയണം, അല്ലെങ്കിൽ ഇതേപോലെ പാമ്പ് കടിച്ച പാടുകൾ ഉണ്ടാവണം. യൂഷ്വലി 2 കുത്തായിട്ടാണ്. പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ പാമ്പ് കടിയുടെ മാർക്ക് ഉണ്ടാവുക. ഇതേപോലെ കുഞ്ഞ് കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യാതെ പോയില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കുഞ്ഞാണെങ്കിൽ, ഇപ്പോൾ 1 വയസ്സ് താഴെയുള്ള കുഞ്ഞാണെങ്കിൽ അറിയില്ല പറയാൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യാതെ പോകും. അപ്പോൾ നമുക്ക് പലതരം വിഷങ്ങളുള്ള പാമ്പുകളുണ്ട്. അതായത് ന്യൂറോടോക്സിക് വെനമുള്ള പാമ്പുകളുണ്ട്. അപ്പോൾ ആ പാമ്പിൻ്റെ വിഷമേറ്റാൽ നാഡിക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. നമുക്ക് പല പല സ്ഥലത്തായിട്ട് വീക്ക്നെസ് വരും, ക്ഷതം വരും. നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണ് തുറക്കാൻ കഴിയില്ല, കണ്ണ് പാതി അടഞ്ഞ പോലെ ഇരിക്കും. അത് പാരൻസ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൂടുതലും മരണം സംഭവിക്കുന്നത്. അതും ഒരു പർട്ടിക്കുലർ ടൈമിലേ സംഭവിക്കുള്ളൂ. പാമ്പ് കടിച്ച ഉടനെ മരണം ഉണ്ടാവില്ല. ഈ കുട്ടികൾ നമ്മളറിയാതെ കുറേ സാധനങ്ങൾ വായിലിട്ടിട്ട് പ്രശ്നമാവാറുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ അത് എന്തെങ്കിലും ചെയ്ത് കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞ അവസ്ഥ. ആക്ച്വലി പാരൻസിനെല്ലാം നമ്മൾ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് പോലെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അതായത് കുട്ടികൾ അറിയാതെ എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ അവരുടെ ശ്വാസനാളിയിൽ ഈ ഫോറിൻ ബോഡി ഇത് തങ്ങാൻ സാധ്യതയുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് നമുക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കുക, കുഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ അത് ദീർഘനേരം നിന്നാൽ കാർഡിയക് അറസ്റ്റ് വരും. അപ്പോൾ ഈ സമയത്ത് റെസ്പോൺസീവ് ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ചെറിയ 1 വയസ്സ് താഴെയുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കയ്യിൽ കമത്തിയെടുത്ത് ബാക്കിൽ സ്ലാപ്പ് ചെയ്താൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അൺറെസ്പോൺസീവ് ആയിട്ടുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. മാം ഈ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് തന്നെ നടന്നു പോകാറ്, അതുപോലെ ഈ സ്ട്രീറ്റ് ഡോഗ്സ് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളൊക്കെ വന്ന് കടിച്ച് ഭയങ്കര പ്രശ്നമാവാറുണ്ട്. ആ ഒരു സമയത്ത് കുട്ടീനെ അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും ട്രൊമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഈ കടി ഏത് ഭാഗത്ത് ഏൽക്കുന്നു എന്നുള്ളതും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതുമാണ്. സ്ട്രീറ്റ് ഡോഗ് ആകുമ്പോൾ എന്തായാലും ഒരു റാബിഡ് ഡോഗ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രൊവോക്ഡ് അല്ലാതെ തന്നെ വന്ന് കടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും റാബിഡ് ഡോഗ് ആയിരിക്കും. അതായത് റാബീസ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡോഗ് ആയിരിക്കും. അപ്പോൾ ഈ മുറിവുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. നല്ലോണം സോപ്പിട്ട് വെള്ളം ഒഴിച്ച് തന്നെ നല്ല റണ്ണിങ് വാട്ടർ എന്ന് പറയും, റണ്ണിങ് വാട്ടറിൽ ഒരു 10-15 മിനിറ്റ് സോപ്പിട്ട് കഴുകണം. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ഭാഗത്ത് കടിച്ചു എന്നുള്ളതും എത്ര മുറിവ്, മാന്തിയതാണോ അല്ല വലിയ മുറിവുകളാണോ, ബ്ലീഡിങ് ഉള്ള വലിയ മുറിവുകളാണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വാക്സിൻസ് മുന്നേ എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതല്ലാതെ വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ആ മുറിവിന് ചുറ്റും പിന്നെ ബാക്കിയുള്ളതും മോണോക്ലോണൽ ആൻറ്റിബോഡി ആയിട്ടും അല്ലെങ്കിൽ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ മാം, ഈ വീട്ടിൽ കുട്ടികളിൽ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് അമ്മമാരൊക്കെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്താൽ അത് ഗുണമുള്ളതാണോ? ഒരിക്കലും അല്ല. പൊള്ളലേൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നാണ് ഇഞ്ചേർഡ് ആവുന്നത്. അപ്പോൾ എത്ര അധികം പൊള്ളലേറ്റുമെന്നനുസരിച്ച് നമ്മുടെ സ്കിന്ന് ഓരോ ലെയേഴ്സ്, ഡീപ്പ് ലെയേഴ്സ് ഇൻവോൾവ് ആണോ അല്ല പുറമെ മാത്രമേ ഉള്ളൂ എന്നനുസരിച്ചിരിക്കും. പൊള്ളലേൽക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ വാട്ടർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എത്ര എക്സ്റ്റെൻസീവ് ബേൺസ് ആണോ നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും ഒരു കുഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വോളിയം റെസിസ്റ്റേഷനാണ്. അതായത് നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുത്ത് കുഞ്ഞിനെ മാനേജ് ചെയ്യുക ചെയ്യേണ്ടത്.
പിന്നെ ഉള്ളത് ആ ബേൺ വൂണ്ടിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് ഈ സമയത്ത് 24 മണിക്കൂറിനുള്ള കുഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൊളാജൻ ഡ്രസ്സിങ് വഴി പ്ലാസ്റ്റിക് സർജറി ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഡ്രസ്സിങ് വഴി നോർമൽ സ്കിന്ന് പോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ഇപ്പോൾ സൂപ്പർഫിഷ്യൽ വൂണ്ട് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ഇസ് എ ബാരിയർ, കോണ്ടാക്ട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല സിവിയർ ആയിട്ട് തന്നെ ചിലപ്പോൾ ബി പി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന അങ്ങനെ ദീർഘകാലം നിൽക്കുന്ന കുറേ മരുന്നുകൾ വേണ്ട ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെല്ലാം പുറമെ ഇത് ഭയങ്കര ട്രൊമാറ്റിക് ആണ്. കുഞ്ഞിന് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, ലൈക്ക് കുറേ നെർവ്സ് എക്സ്പോസ്ഡ് ആയിരിക്കും. പെയിൻ മാനേജ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടി വരുന്ന മാനേജ്മെൻറ്റ്. ചിലപ്പോൾ സെഡേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട്, അനൽജസിക്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ICUവിൽ തന്നെ കുഞ്ഞിൻ്റെ ബാക്കി കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് നമ്മൾ കുഞ്ഞിന് ഒരു കംഫർട്ട് കെയർ എന്നുള്ള രീതിയിൽ കൊടുക്കും. ഒരു 5 മിനിറ്റ് മുമ്പ് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ICUവിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അമ്മമാരോ അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ ഈ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കാരണമാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾ എന്ന് പറയുമ്പോൾ മുതിർന്ന ആൾക്കാരെ പോലെയല്ല. അവരിപ്പോൾ തലവേദന ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്വന്തം എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ അറിയില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ കൂടെയുള്ള മുതിർന്നവരായിരിക്കും അത് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത്. പ്രത്യേകിച്ച് ഈ സബ്റ്റിൽ ചേഞ്ചസ് ആയിട്ടുള്ള, അതായത് കുട്ടിക്ക് ഇപ്പോൾ ഇച്ചിരി ഒരു ഉണർവ് കുറവ്, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും അധികം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേറെ സൈൻസ്, അതായത് അവയവങ്ങൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ചിലപ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തമായിരിക്കാം, നീര് കെട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് സ്പോട്ട്സോ അങ്ങനെ വല്ലതായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ സബ്റ്റിൽ സൈൻസ് പാരൻസിന് അറിയണമെന്നില്ല. അതെല്ലാം ചിലപ്പോൾ ഒരു സിക്കായിട്ടുള്ളൊരു കുട്ടിയുടെ ലക്ഷണങ്ങളായിരിക്കും. പക്ഷെ ചില സൈൻസ് ഉണ്ട്, ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള സൈൻസ്. അതായത് ഇപ്പോൾ സീഷേഴ്സ് വരിക, ഫിറ്റ്സ് വരിക, അല്ലെങ്കിൽ കുഞ്ഞിന് ശ്വാസം മുട്ടി ബുദ്ധിമുട്ടാവുക, അതെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ചില അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് നമുക്കത് പുറത്ത് എവിഡൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യാം. ഇപ്പോൾ പനിയുടെ കൂടെ ഒരു പനിയുടെ ക്ഷീണം അല്ലാതെ കൂടുതൽ ക്ഷീണം കാണിക്കുക കുഞ്ഞ്, എപ്പോഴും ഉറങ്ങുക, അല്ലെങ്കിൽ ആ സ്ലീപ്പ് വേക്ക് സൈക്കിള് വ്യത്യാസം വരിക, ഭക്ഷണം എടുക്കുന്ന എമൗണ്ട് കുറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ വൈകി വരുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അത് ഇതേപോലെ ലക്ഷണങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ് യൂഷ്വലി സംഭവിക്കുക. അതല്ലാതെ എനിക്ക് വൈകി വന്നു എന്ന് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ പോയ്സണിങ്സ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആക്സിഡൻ്റൽ ഇഞ്ചക്ഷൻസ്. അതിപ്പോൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കും, അത് മുതിർന്നവരുടെ മരുന്നുകളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലീനിങ് ലിക്വിഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കീടനാശിനികൾ, അങ്ങനത്തെ വീട്ടിൽ യൂഷ്വലി ഭക്ഷണമാണോ എന്ന് അറിയില്ലാത്ത കുറേ സാധനങ്ങൾ കുഞ്ഞുങ്ങളെടുത്ത് കഴിക്കാൻ ചാൻസ് ഉള്ളു. പക്ഷേ പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കുറേ എണ്ണത്തിന് ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ചിലതിനൊക്കെ നമുക്ക് വയറ് കഴുകി അത് പുറത്തെടുക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കേസസിന് വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചക്ഷൻസിനൊക്കെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അത് ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. വയറ് കഴുകുന്നത് ഒരു ഭാഗമാണ്, അതല്ലാതെ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ മെഡിസിൻസ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് തെറാപ്പീസ്, അതായത് ഇപ്പോൾ ഡയാലിസിസ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ട് കുഞ്ഞുങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ആണ് യൂഷ്വലി എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ ദർ ആർ മദേഴ്സ് ആക്ച്വലി അവർ ചെറിയ ചേഞ്ചസ് വരെ മനസ്സിലാക്കി അവർ കൊണ്ടുവരും കുഞ്ഞുങ്ങളെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. അത് പല കാരണങ്ങളും ഉണ്ടാവാം. സാധാരണ മഞ്ഞപ്പിത്തം, അതായത് ഭക്ഷണത്തോട് പകരുന്ന ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ലിവർ ഫെയിലിയർ അല്ലാതെ വേറെ നമുക്ക് കുറേ കാര്യങ്ങൾ ലിവർ ഫെയിലിയർ വരാം. അപ്പോൾ കുഞ്ഞുങ്ങളിലാവുമ്പോൾ ജന്മനാ ഉള്ള അസുഖങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഒരു 6 മാസമുള്ള ഒരു കുഞ്ഞായിക്കോട്ടെ, അവർക്ക് ഒന്നും നമുക്ക് സിംറ്റംസ് ഒന്നും മനസ്സിലാവുകയില്ല. പക്ഷെ ചില മിടുക്കി അമ്മമാരുണ്ട്, അത് ചെറിയൊരു മഞ്ഞപ്പിത്തം വന്നാൽ തന്നെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് അങ്ങനെ ഡയഗ്നോസ് ചെയ്ത കുറേ കേസസും ഉണ്ട്. അതെ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കുട്ടികളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഇട്ട് നമുക്ക് മാക്സിമം കാര്യങ്ങളും വേഗം അതെ അതെ ശരിയാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഈ പറഞ്ഞ സ്ലീപ്പ് വീക്ക് സൈക്കിൾ ആയിക്കോട്ടെ, കുഞ്ഞ് ഇന്ന് പാല് നല്ല ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് വലിച്ചു കുടിക്കുന്ന സ്വഭാവമാണ് നോർമലി ഉള്ളത്. അപ്പോൾ അതിന് ക്ഷീണം ഉണ്ടെങ്കിൽ പാല് കുടിക്കായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓക്കെ. ഉറക്കം ഭയങ്കരമായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ യൂറിൻ അളവ് കുറയുക, ഇതൊക്കെ ശ്രദ്ധിക്കും. ഇത്ര നമ്പർ ഓഫ് പാഡ്സേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും, ഡയപ്പർ പാഡ്സേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ ശ്രദ്ധിക്കുന്ന അമ്മമാരും ഉണ്ട്. കുട്ടികളുടെ ഡയാലിസിസ് ചെയ്യാന്ന് ഇപ്പം മാം പറഞ്ഞല്ലോ. അത് നമ്മൾ യൂഷ്വലി പ്രായമായവരിൽ ഈ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതങ്ങനെ കേട്ടിട്ടുള്ളൂ. കുട്ടികളിൽ എന്തിനാണ് ഡയാലിസിസ് ചെയ്യുന്നത്? ഈ പല ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ആയിക്കോട്ടെ, കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കിഡ്നിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കിഡ്നി ഫെയിലിയർ ആവാം, ചില ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ജന്മനാ ഉള്ള അസുഖം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു വേറെ ഒരു അവയവത്തിനെ ബാധിച്ചിട്ട് പിന്നെ കിഡ്നിയെ ബാധിക്കുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കിഡ്നിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഡയാലിസിസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞു ബേബി ആണെങ്കിൽ നമുക്ക് ഒരു ഡയാലിസിസ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെഷീൻ അടുത്ത് വെച്ച് നമ്മൾ ആ കുഞ്ഞിൻ്റെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് ആ മെഷീനിൽ കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യുന്നു. അത് ഒരു സർക്കുലേറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് കുട്ടിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ബ്ലഡ് വോളിയം പുറത്തെത്തുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റേതായ മെഷീന് വ്യത്യാസമുണ്ട്, സർക്യൂട്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 4 കിലോ ഉള്ള കുഞ്ഞിന് വരെ നമുക്കിപ്പോൾ ഡയാലിസിസ് ചെയ്യാം. ഒന്ന് കിഡ്നി ഫെയിലർ ആണെങ്കിൽ കിഡ്നിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡയാലിസിസ് ചെയ്യാം. പിന്നെ ചില നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് പിന്നെ നമ്മുടെ ബോഡി ഓവർ റിയാക്ട് ചെയ്ത് ഇപ്പോൾ ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നൊരവസ്ഥ എന്ന് പറയാം. അതായത് നമ്മുടെ ബോഡി നമ്മളെ തന്നെ നശിപ്പിക്കുന്നു, ആണ് ഓട്ടോ ആൻറ്റിബോഡീസ്. അതിന് വേണ്ടി നമുക്ക് റിമൂവ് ചെയ്യാം, പ്ലാസ്മ ഫെറിസിസ് എന്ന് പറയും. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ ഈ സെപ്സിസ്, അതായത് ഇൻഫെക്ഷൻ്റെ മാർക്കേഴ്സ് ഉണ്ടാവുന്നു, അതിനെ നമുക്ക് പ്രത്യേക തരം ഫിൽറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്ത് കളയാം. പിന്നെ കിഡ്നി പോലെ തന്നെ ഒരു ഓർഗനാണ് ഈ കരൾ എന്ന് പറയുന്നത്. കരൾ ഫെയിൽ ചെയ്താലും നമുക്ക് കരളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ അതിന് പ്ലാസ്മ എക്സ്ചേഞ്ച് ഉണ്ട്, അല്ല കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഡയാലിസിസ്, CRRT, CVHT എന്ന് പറയുന്ന ഡയാലിസിസ് ഉണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. കുഞ്ഞുങ്ങളുടെ വളരെ വൈഡായിട്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്തു വരികയാണ്. മാം, റീസെൻ്റ്ലി ന്യൂസിൽ ഒരു 1.5 വയസ്സുള്ളൊരു കുട്ടിക്ക് 91 ഇഞ്ചുറീസ് വെച്ചിട്ടുണ്ടായൊരു ഭയങ്കര ട്രാജിക്കായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു കുഞ്ഞ് ശരീരത്തിൽ അത്ര ഇഞ്ചുറീസ് പോസിബിളാണ്? അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? വളരെ വിഷമമുള്ള ഒരു വാർത്തയാണത്. യൂഷ്വലി ഇത് ബാറ്റർഡ് ബേബി സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഷേക്കൺ ബേബി സിൻഡ്രോം എന്ന് പറയും. ഇത് വളരെ കോമൺ ആണ് വെസ്റ്റേൺ കൺട്രീസിൽ. പ്രതികരിക്കാനാവാത്തൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തീർക്കുക. ചിലപ്പോഴും പാരൻസ് വരെ വേറൊരു ഹിസ്റ്ററി ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഹിസ്റ്ററിയുടെ മാച്ചിങ് ആയിട്ടായിരിക്കില്ല കുഞ്ഞിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഫൈൻഡിങ്സ്. അപ്പോൾ മുതൽ നമുക്ക് സംശയം ആരംഭിക്കും. പിന്നെ കുഞ്ഞിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഏജ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, അതായത് പല സമയത്തുണ്ടായിട്ടുള്ള ഇഞ്ചുറീസ്, പിന്നെ പാരൻ്റ് പറഞ്ഞ ഹിസ്റ്ററി ആയിരിക്കില്ല നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഉള്ള പല ഭാഗത്തുള്ള ഇഞ്ചുറീസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ സൂപ്പർഫിഷ്യൽ ഇഞ്ചുറീസ് ആയിരിക്കാം, ഇതേപോലെ സിഗരറ്റ് കൊണ്ടുള്ള പാടുകളോ അല്ലെങ്കിൽ മുറിവുകളോ എന്തെങ്കിലും വെച്ച് അടിച്ചതിൻ്റെ പാടുകൾ, അങ്ങനെ പല പല സമയത്തുള്ള. അപ്പോൾ പല സമയത്താകുമ്പോൾ ആ കളർ വ്യത്യാസം മനസ്സിലാവും. അതുപോലെ തന്നെ ഹീൽ ചെയ്ത പ്രോസസ്സ് ഉണ്ടാവും, അത് വെച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ഫ്രാക്ചേഴ്സ് ആയിട്ടുണ്ടാവാം, ഇൻറ്റേർണൽ ബ്ലീഡ്സ് ഉണ്ടാവും. അൺറെസ്പോൺസീവായിട്ട് ഇപ്പോൾ ഈ കുഞ്ഞ് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ അൺറെസ്പോൺസീവായിട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിസ്റ്റേറ്റ് ചെയ്തതിന് ശേഷം CT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഏജ്ഡ് ആയിട്ടുള്ള ബ്ലീഡ്സ് കാണാൻ പറ്റും. പല പല സമയത്തുണ്ടായിട്ടുള്ള ബ്ലീഡായിട്ട്, അതിപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഇളക്കുമ്പോൾ ഷേക്കൺ ബേബി എന്ന് പറയും. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വയറിൻ്റെ ഉള്ളിലായിക്കോട്ടെ, നെഞ്ചിൻ്റെ അകത്തായിക്കോട്ടെ, ലങ്സ് പൊട്ടി എയർ ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ല ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻറ്റേർണൽ ഓർഗൻസ് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിലിട്ട് കുഞ്ഞിനെ മർദ്ദിച്ചാലോ ഇപ്പോൾ പല ഓർഗൻസിനും ഡയറക്റ്റ് ഇഞ്ചുറീസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഷേക്കൺ ബേബി സിൻഡ്രോം അല്ലെങ്കിൽ ബാറ്റർഡ് ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതിനുള്ള കാര്യങ്ങൾ ബാക്കി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ. ഓക്കെ.